ഏകദേശം 2 ആഴ്ചയായിട്ട് നമ്മുടെ പ്ലാന്റ് ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് നല്ല രീതിക്ക് ആൽഗ കയറിയിരിക്കണം. സ്റ്റോൺസ് ഒക്കെ നമ്മുടെ വയർ ബ്രഷ് ഉപയോഗിച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു. ഇതുപോലെ ഇതോരോ ഓൺലൈൻ സൈറ്റിൽ നമ്മൾ മേടിച്ചാണ്ടോ ഈ സ്റ്റോൺസ് ക്ലീൻ ചെയ്യാനുള്ള വയർ ബ്രഷ്. അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ സൈഡിലും എല്ലാ സ്റ്റോണും നമ്മൾ ആൽഗ പിടിച്ചിട്ടുണ്ട്. സാധാരണ ഒരു വീക്കിൽ നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്യാറുള്ളത്, പക്ഷേ കഴിഞ്ഞ ആഴ്ച വിട്ടുപോയി. ഗ്ലാസ് മുല അത്യാവശ്യം നല്ല രീതിയിൽ ആൽഗ പിടിച്ചിട്ടുണ്ട്. അതൊക്കെ സ്ക്രാപ്പർ ഉപയോഗിച്ച് അങ്ങോട്ട് ക്ലീൻ ചെയ്ത് കൊടുത്തു. ഈ സ്ക്രാപ്പർ വെച്ച് കഴിയുമ്പോൾ ഗ്ലാസ്സിന് സ്ക്രാച്ച് ഒന്നും വീഴില്ല കേട്ടോ. നല്ലൊരു സ്ക്രാപ്പറാണിത്. സാൻഡിൽ അത്യാവശ്യം ആൽഗ പിടിച്ചേക്കണം. അതുകൊണ്ട് തന്നെ പമ്പ് ഉപയോഗിച്ച് നമ്മൾ കുറച്ച് സാൻഡും വലിച്ചെടുത്തിട്ടുണ്ട് വെള്ളത്തിനൊപ്പം. ഒരു 30% വെള്ളം മാറ്റി പിന്നെ നമ്മൾ ആ സാൻഡ് വലിച്ചെടുത്ത് അതൊന്നും ക്ലീൻ ചെയ്ത് രണ്ടാമത് അക്വറിയത്തിലേക്ക് തന്നെ ഇട്ടോ. ഒരു 30% വെള്ളവും നമ്മൾ അതിൻ്റെ കൂടെ വലിച്ചെടുത്ത സാൻഡിൽ കുറച്ച് ആൽഗണ്ട് അത് ക്ലീൻ ചെയ്ത് നമ്മൾ രണ്ടാമത് അക്വറിയത്തിൽ തന്നെ ഇട്ടോ. അക്വറിയത്തിൽ പുതിയ വെള്ളം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തലേ ദിവസം പിടിച്ചു വെച്ചാൽ, അതായത് ഒരു ഓവർനൈറ്റ് പിടിച്ചു വെച്ച വെള്ളം ഉണ്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡയറക്റ്റ് ടാപ്പ് വാട്ടർ ഒരിക്കലും അക്വറിയത്തിലേക്ക് നമ്മൾ ഒഴിക്കരുത്. വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മുടെ പ്ലാന്റ് കുറച്ച് ട്രിം ചെയ്യാനുണ്ട്. അത്യാവശ്യം നല്ല രീതിക്കൊക്കെ പ്ലാന്റ് ഒക്കെ വളർന്ന് വലുതായിട്ടുണ്ട്. ട്രിം ചെയ്ത പ്ലാന്റ് ഒക്കെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്. നമ്മളൊരു പുതിയൊരു ചെറിയൊരു ഷ്രിമ്പിന്റെ ടാങ്ക് സെറ്റ് ആക്കുന്നുണ്ട്, അതിലേക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ പ്ലാന്റ് ടാങ്കിന്റെ ക്ലീനിങ് വീഡിയോ. നമ്മളെല്ലാ ആഴ്ചയും ഇതിലൊരു 40% വെള്ളവും മാറും. ഇതുപോലെ ക്ലീനിങ്ങും ചെയ്യാറുണ്ട്. ഒരു 3 വീക്സ് ഒക്കെ കൂടുമ്പോൾ നമ്മളിങ്ങനെ പ്ലാന്റ് ട്രിം ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ക്ലീനിങ്ങിന് ശേഷമുള്ള ഫൈനൽ വ്യൂ കേട്ടോ. ഇങ്ങനത്തെ പ്ലാന്റ് ടാങ്ക് അങ്ങനെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ.